അങ്ങനെ മൂന്നാറിൽ വന്നതിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ എണീറ്റപ്പോൾ തന്നെ മോവൊക്കെ ചൈനക്കാരുടെ പോലെ ഇരിപ്പുണ്ട്. താഴെ 2 ഭൂതങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ കാലത്തൊരു 10-11 മണിയാകുമ്പോഴേക്കും വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കാലത്ത് തന്നെ ഉന്തിത്തള്ളി എണീറ്റു പിള്ളേർ റെഡി ആക്കിയിട്ടുണ്ട്. ഒരു സഞ്ചിയും ബാഗും ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ അതായിട്ട് ലോകം. വീട്ടിലായാലും ഒരു ഷോളും സഞ്ചിയും കാലിലൊക്കെ തൂക്കിയിട്ടിട്ട് ഒരു ഇരിപ്പാണ്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. പാട്ടക്കെട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റൂം വെക്കേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആൾ വരാൻ വെയിറ്റിംഗ് ആട്ടോ. ആൾ എവിടെയോ ആണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ആളെത്തും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പിള്ളേരാണെങ്കിൽ നല്ല താഴ്ച കൊണ്ടുപോകുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓർഡർ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ നല്ല പേടി. പിന്നെ ഞാനായിട്ട് കുറച്ച് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചു. കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു വിഷ്ണുവേട്ടനെ കൊണ്ട്. പാറുവാണെങ്കിൽ അവിടെ നല്ല ഓടോ ചാടോ ഉണ്ട്. കാരണം താഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ ഉരുണ്ട് പറഞ്ഞ് വീണത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. അതിൻ്റെ ദേഷ്യത്തിലാണ് വിഷ്ണുവേട്ടൻ പുറകിലിരുന്ന് എന്നോട് പറയണത്. അപ്പം ഞാൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്യണില്ല കേട്ടോ. അവരവരുടേതായ ലോകത്ത് നിന്ന് കളിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ പിള്ളേർക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആളുടെ തന്നെ ഒരു ജീപ്പ് നമുക്ക് തന്നായിരുന്നു കേട്ടോ. അത് തൊട്ടടുത്തുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. എന്നാലും നമുക്കതൊരു വൈബാണല്ലോ ജീപ്പിൽ യാത്ര. എൻ്റെ ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വണ്ടിപ്പുരാന്നാണ്. അവിടെ മൂന്നാർ പോയപ്പോൾ തൊട്ട് ജീപ്പിൽ കയറണം, ജീപ്പ് സഫാരി ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു റേറ്റൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മളത് ചെയ്തില്ല. അപ്പോൾ ആളുടെ വണ്ടി നമുക്ക് ഒരു ഇച്ചിരി നേരത്തേക്കാണെങ്കിൽ ഇച്ചിരി നേരം തന്നപ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം നമ്മളോടൊരു ഫ്രണ്ട്ലി ആയിട്ട് ഒരു പരിചയക്കുറവില്ലാണ്ടാണ് കേട്ടോ ആൾ നമ്മളോട് അതായത് നമ്മളോട് കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്തത്. അപ്പോൾ അത് ആളുടെ ജീപ്പാണിത്, മൗണ്ടീന എന്ന് പറഞ്ഞിട്ട് ജീപ്പിൻ്റെ പേര്. ഇവിടെ ത്രിൽ ഹോളിഡേ എന്ന് പറഞ്ഞൊരു റിസോർട്ടും കൂടി ഉണ്ട്. നല്ല റിസോർട്ട് കേട്ടോ. റിസോർട്ട് കാണാനായിട്ട് തൊട്ട് സൈഡിൽ തന്നെയായിട്ട് തേയിലത്തോട്ടം നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ജീപ്പൊക്കെ ഇട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും എടുത്തായിരുന്നു, വീഡിയോസും എടുത്തായിരുന്നു. ഏതാണ്ട് മറ്റേ പിള്ളേർ ചക്കക്കൂട്ടം കാണുമ്പോൾ തേനീച്ചകളൊക്കെ വന്ന് ചക്കക്കൂട്ടം കാണുമ്പോൾ എനിക്ക് പൊതിയണ പോലെയായിരുന്നു കേട്ടോ ഈ ജീപ്പ് കണ്ടപ്പോൾ എൻ്റെ ചേട്ടനും ഇതിനും കൂടി. പിന്നെ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഓരോരുത്തരായിട്ട് ക്യൂ നിന്നിട്ടുണ്ട് ഫോട്ടോസ് എടുക്കണത്, വീഡിയോസ് എടുക്കണം. അങ്ങനെ എൻ്റെ ഊഴം വന്നു. ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇട്ട്. ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കണത്. അങ്ങനെ ജീപ്പിൻ്റെ മുകളിൽ കയറി ബാക്ക്ഗ്രൗണ്ടിൽ തേയില വന്ന രീതിയിൽ കുറച്ച് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് ക്യാമറയിൽ എടുത്തിരുന്നെങ്കിൽ അത് പൊളിച്ചാനേ കേട്ടോ. അങ്ങനെ റിസോർട്ട് കാണാൻ നല്ല റിസോർട്ട് കേട്ടോ. ത്രിൽ ഹോളിഡേസ് എന്നാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര്. നമ്മുടെ റിസോർട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ റിസോർട്ട് വരുന്നത്. അങ്ങനെ അവർ വണ്ടി എടുക്കുന്ന വീഡിയോ കൂടി എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ 2 പേർക്കും വണ്ടി എടുക്കുന്ന വീഡിയോ കൂടി എടുത്തു കൊടുത്തു. അതായിട്ട് എന്തിനാണ് കുറയ്ക്കാൻ നിൽക്കണത്. ജീപ്പ് ഓടിച്ചു 4 ആൾക്കാർ അറിയണ്ടേ. അപ്പോൾ അതേ ജീപ്പ് ഓടിച്ചപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് റൂം വെക്കേറ്റൊക്കെ ചെയ്തു. ആളുടെ വണ്ടിയൊക്കെ കൊടുത്തു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ചേട്ടന് പിന്നെ പ്രത്യേകം പറയേണ്ട, വണ്ടി പ്രാന്തനാണല്ലോ. അങ്ങനെ നമ്മൾ നേരെ വട്ടവടയ്ക്കാണ് പോണത്. നമ്മുടെ ഒരു കുറേ നാളായി വട്ടവട പോകണം എന്ന് വിചാരിക്കുന്നത്. വട്ടവട എന്നിട്ട് ഇപ്പോൾ ഫേമസ് ആയി വന്നാക്കണം. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൽ കയറി. അവിടെ അത്യാവശ്യം തിരക്കുകളുണ്ടായിരുന്നു. നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ചുമ്മാ ഒന്ന് നടന്ന് കയറാം. ഈ റൂട്ടിൽ വട്ടവടയുടെ അങ്ങോട്ട് പോണതും ഈ റൂട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം നടന്നു. പാറുവിന് വണ്ടി കയറുമ്പോഴാണ് കേട്ടോ വയ്യാണ്ടാവണത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും അവൾ നല്ല ഛർദിയും ഒരു വയ്യായികയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഒരു ചോളമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇങ്ങനെ ടൂറൊക്കെ വരുമ്പോൾ ചോളം കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബോട്ടിങ്ങിൻ്റെ ആ ഒരു സ്ഥലത്ത് വന്നായിരുന്നു കേട്ടോ. പക്ഷേ ബോട്ടിങ്ങിൽ കയറാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ റേറ്റ് അറിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ബോധം കെട്ട് വീണുകൊണ്ട് പിന്നെ അപ്പം തന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് നേരെ റിട്ടേൺ അടിച്ചു. അവിടെ നിന്ന് നേരെ പിന്നെ അടുത്ത പോയിൻ്റായ എക്കോ പോയിൻറ്റിലോട്ട് പോയിട്ട്. അപ്പോൾ അവിടെ നല്ല ബോട്ട് വഞ്ചി അങ്ങനത്തെ സംഭവങ്ങളുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നല്ല അന്തസ്സായിട്ട് ചോളം കഴിക്കുന്ന കുരങ്ങൻ നല്ല രസമുണ്ടല്ലേ കാഴ്ച കാണാനായിട്ട്. അവിടെ നിന്ന് നെക്സ്റ്റ് പോയിൻ്റായ എക്കോ പോയിൻറ്റിലോട്ടാണ് വന്നത്. അവിടെ നല്ലൊരു ബോട്ടിൻ്റേതായത് ആ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും നമുക്ക് കുട്ടികളുള്ളതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒരെണ്ണത്തിന് 400. അപ്പം നമ്മൾ 2 ഇതായിട്ട് പോകുമ്പോൾ നമ്മളേത് 800 രൂപ പോകും. പിന്നെ നമ്മൾ എന്തിനാണ് വേണ്ടതെന്ന് ചോദിച്ച് അവിടെ കുറച്ച് നേരം നിന്ന്. പിന്നെ പിള്ളേർ ഭയങ്കര വാശിയായിരുന്നു. അവർക്ക് വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് പാറ് നല്ല വാശിയായിരുന്നു. എൻ്റെ ചേട്ടനാണെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചിട്ട് പക്ഷേ റെഡി ആവാണ്ട് വന്നപ്പോൾ നമുക്ക് വെറുതെ പൈസ കളയാൻ തോന്നിയില്ല. നമ്മൾ അവിടെ ഒന്നും നേരെ ഇറങ്ങി. സത്യം പറഞ്ഞാൽ വണ്ടിയിലിരുന്നൊരു ട്രിപ്പ്. അങ്ങനെ നമ്മൾ വീണ്ടും തേയിലത്തോട്ടത്തിൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുണ്ട്. നല്ല രസമുണ്ട് പച്ച വിരിച്ച ആ ഒരു തേയിലത്തോട്ടം കാണാനായിട്ട്. അങ്ങനെ നമ്മൾ വട്ടവടയുടെ ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ വന്നു. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ലോകം എന്ന് പറയണത് നല്ല ഭംഗിയായിട്ട് നമുക്ക്. പക്ഷേ അവിടെ നിർത്തി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റൂല കേട്ടോ. അതായത് നല്ലൊരു എന്താ പറയുക, മൂന്നാറിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് വട്ടവട തന്നെയുണ്ട്. ആ ഒരു വട്ടവടയിലെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോണ ആ ഒരു പ്ലേസ്, ആ ഒരു റോഡ് ഏതാണ്ട് ഒരു സ്വിറ്റ്സർലാൻഡിൽ നിന്ന് എത്തിയ പോലെ ആ ഒരു ഫീലാണ് കേട്ടോ. സൈഡിൽ പൈൻ ഫോറസ്റ്റും അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ശരിയാണ് നമ്മളൊരു അമേരിക്കയിലൊക്കെ എത്തിയ പോലത്തെ ഒരു ഭംഗിയാണ്. പക്ഷെ നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റില്ല. അതാണ് നമ്മുടെ ഒരു
പ്രശ്നം. അങ്ങനെ നമ്മൾ വട്ടവടയുടെ ആ ഒരു സെൻറ്ററിൽ എത്തിയായിരുന്നു, ടൗണിലെത്തി. അവിടെ എത്തിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, ഉച്ച നേരം ആയതുകൊണ്ട്. പക്ഷെ ആ ഒരു തണവുണ്ടെങ്കിലും വെയിൽ നല്ലോണം ചൂടറിയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വട്ടവടയിൽ ഫുഡ് അടിക്കാൻ വന്ന പോലെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഇതെന്ന് പറയണം. കാരണം അവിടെ വന്നു ഒരു നല്ല അടിപൊളി ബിരിയാണി റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ബിരിയാണി കഴിച്ചു. പിന്നെ കുറച്ച് ആ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്ട്രോബെറി ഫാം ഉണ്ടായിരുന്നു, പിന്നെ ഹണി ബീഡ് ഇതുണ്ടായിരുന്നു. അവിടെ രണ്ടിടത്തും കയറിയിട്ട് നമ്മൾ നേരെ വീണ്ടും നമ്മുടെ മൂന്നാറിലോട്ട് തിരിച്ചായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വട്ടവടയിൽ സ്റ്റേ ചെയ്ത് അവിടുത്തെ കാഴ്ചകൾ നമുക്കറിയില്ല, കാഴ്ചകൾ എവിടെയൊക്കെ ഉണ്ടെന്ന്. അങ്ങനെയൊക്കെ ഒരു സ്റ്റേ വന്നാലേ വട്ടവടയുടെ ആ ഒരു ഭംഗി പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ചുമ്മാ വെറുതെ ടൗണിൽ വന്ന് അവിടെ നിന്ന് 2 ഫാമും കണ്ടിട്ട് നേരെ പോവുകയായിട്ട് ചെയ്തത്. സ്ട്രോബെറി ഒന്നും അധികം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, സീസൺ അല്ലാതിരുന്നതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളൊരു കുറച്ചുണ്ടായിരുന്നു, പേരിന് മാത്രം ഒരു സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ച് കുറച്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ആ ഒരു പാക്കറ്റിന് 150 രൂപ വന്നത്. പിന്നെ ഹണിയുടെ ഇതുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു വട്ടവട കണ്ടാൽ പിന്നെ നമ്മൾ വിടൂലല്ലോ. നമ്മൾ വട്ടവട വന്നൊന്നും ആൾക്കാർ അറിയണമെങ്കിൽ അതങ്ങനത്തെ ഒരു ഇതൊക്കെ വേണമല്ലോ. പിന്നെ അവിടെ നിന്ന് തന്നെ പിള്ളേർ കരച്ചിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടതേ നല്ല പച്ചപ്പരവതാനം വിരിച്ച് അടുത്ത വീണ്ടും തേയിലത്തോട്ടം. മൂന്നാറിൻ്റെ ഭംഗി എന്ന് പറയണത് തേയിലത്തോട്ടം കേട്ടോ. പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലോട്ട് നമ്മൾ കുറേ റിസോർട്ട് തപ്പിയിട്ട് നമുക്ക് സ്റ്റേ അങ്ങനെ അധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് കിട്ടിയില്ല കേട്ടോ. ഇത് 6 പേരുള്ളതുകൊണ്ട്. അപ്പം നമ്മൾ കാലത്ത് താമസിച്ച ഒരു റിസോർട്ടിൽ തന്നെയുണ്ടോ നമ്മൾ വീണ്ടും വന്നത്, ഹോം സ്റ്റേയിൽ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ മുകളിലത്തെ നിലയിലാണ് ആദ്യം താമസിച്ചിരുന്നത്. അപ്പോൾ അവർ നമുക്ക് താഴത്തെ നില തന്നു. ഇതിൽ കിച്ചണില്ല കേട്ടോ. ചുമ്മാ നമുക്കൊരു രാത്രി കിടന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ വീട്ടിലോട്ട് വെക്കേറ്റ് ചെയ്ത് പോവും. അപ്പോൾ 2 റൂമും ഹാളും ആ ഡൈനിങ് ഒക്കെ നമുക്ക് കിട്ടിയത്. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് അപ്പോൾ നമ്മൾ നേരെ ബാൽക്കണിയിൽ ഇരുന്ന് കാണിച്ച സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ കാണുന്നത്. പാറൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 3500 റുപ്പീസിന് നമുക്ക് തന്നായിരുന്നു കേട്ടോ. നമുക്ക് കിച്ചണൊന്നും ഇല്ല, നമ്മൾ ബഡ്ജറ്റായിട്ട് ചോദിച്ചൊന്നും ഇപ്പോൾ ആൾ തന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ടാ.